സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോ ഒന്ന് ലൈവ് ഇടാൻ കാരണം ഗത്യന്തരം ഇല്ലാണ്ടായി, നിവൃത്തിയില്ലാത്ത രീതിയായി. ഈ ഗ്രാൻഡ് ബജാജിൻ്റെ സർവീസ് സെൻ്ററിൽ നിന്ന് വാഹനം എടുത്തത് സംബന്ധമായിട്ട് ഇവർ ഒരു മാസം കഴിഞ്ഞിട്ട് എൻ്റെ വാഹനം എനിക്ക് സർവീസ് ചെയ്ത് തരാനായിട്ട് ഇതുവരെയായിട്ടും ഇവർ ചെയ്തിട്ടില്ല. ഞാൻ ഇതുവരെ 2 പരാതി ഇവർക്കെതിരെ ഫയൽ ചെയ്തു. ഇവരെൻ്റെ വാഹനം ഇതുവരെയായിട്ടും ഒരു രീതിയിൽ എൻ്റെ വാഹനം സർവീസ് ചെയ്ത് കൃത്യമായിട്ട് ഇവർ ചെയ്തെന്നുള്ളത്. അത് കാരണം കൊണ്ടാണ് ഈ വീഡിയോ. ഇവരുടെ സർവീസ് എന്ന് പറഞ്ഞിട്ട് ഇവർ എൻ്റെ വാഹനം എഞ്ചിന് വെച്ച് കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ട് ഒരു മാസം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുത്താൽ അവർ പറയും ഇത് കൺസ്യൂമർ കോർട്ടിൽ പോകണം. കൺസ്യൂമർ കോർട്ടിൽ പോയി കഴിഞ്ഞാലുള്ള കാലതാമസം പരാതിയുടെ ഭാഗം. ഒരു മാസമായിട്ട് ഇവർക്ക് വാഹനം കൊടുത്തിട്ട് ഇവർ ഈ ഷോറൂമിൽ പിടിച്ചു വെച്ചിരിക്കണം. ഇവരെ ഭക്ഷണം കഴിക്കാനുള്ള ടൈം, അത് കാരണം ഞാൻ ഇവരെ ബുദ്ധിമുട്ടിക്കണില്ല. ഒരു ഭക്ഷണം കഴിക്കാൻ സ്റ്റാഫുകളൊക്കെ പോയിക്കാം. കാര്യം എന്തിനാന്ന് വെച്ചാൽ എൻ്റെ പേര് ചാൾസ് റീഫാണ്. ഞാൻ 2023 ജൂൺ മാസം ഈ ചാലക്കുടി ഗ്രാൻഡ് ബജാജിൽ നിന്ന് എടുത്ത വാഹനമാണ്. ആ കണ്ട പ്ലാറ്റിന KL 64L 7791 പറഞ്ഞ പ്ലാറ്റിന ഗ്രാൻഡ് ബജാജിൻ്റെ പ്ലാറ്റിന 1 ടൺ ABS എന്ന് പറഞ്ഞ വാഹനം. ആ വാഹനം അന്ന് ഇവരുടെ ഭാഗത്ത് മിസ്റ്റേക്കുകൾ കണ്ടുകൊണ്ട് ഞാൻ ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് ഇവരുടെ സ്റ്റാഫുകൾ വന്ന് അതൊക്കെ ക്ലിയർ ചെയ്ത് തന്ന് അതിനുശേഷം ആ വാഹനം എനിക്ക് കൃത്യമായി സർവീസ് ചെയ്ത് തരേണ്ട വന്നു. കാരണം ഞാൻ പരാതി കൊടുത്തായിരുന്നുകൊണ്ട് അന്നുണ്ടായ വിഷയങ്ങളൊക്കെ അവർ ക്ലിയർ ചെയ്ത് തന്നു. അതിനുശേഷം ഞാനും എൻ്റെ അമ്മയും ഒരു മരണ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ വാഹനം അതിനുശേഷം ഞാനും എൻ്റെ അമ്മയും കൂടി ഒരു മരണ വീട്ടിലും മുരുങ്ങൂര് പോയിട്ട് വന്നിട്ട് ഈ വാഹനം സർവീസിന് കൊടുക്കാനായിട്ട് ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഞാൻ എൻ്റെ അമ്മയുള്ളപ്പോൾ ഇവർ അന്ന് പറഞ്ഞു ഇവിടെ സർവീസിന് എടുക്കാൻ പറ്റില്ല, താങ്കളുടെ വാഹനം ഇവിടെ സർവീസ് ചെയ്യില്ല എന്ന് പറഞ്ഞു. ഞാൻ അത് കഴിഞ്ഞിട്ട് സ്വന്തമായി വാങ്ങിച്ച വാഹനം എനിക്ക് സർവീസ് ചെയ്ത് കിട്ടാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ട് ഇവർ പറഞ്ഞ സ്റ്റാഫുകളെയൊക്കെ വിളിച്ച് കൈയും കാലും പിടിക്കുന്ന പോലെ വിളിച്ച് സംസാരിച്ച് അതിനുശേഷം എനിക്ക് അവർ സർവീസ് ചെയ്തു തന്നു. ഇവരുടെ പോരായ്മകൾ കൊണ്ട് ഞാൻ പരാതി കൊടുത്തതിന് ഇപ്പോൾ ഇവർ എന്നോട് പറയണത്, ഇവരും ചാലക്കുടി പോലീസ് സ്റ്റേഷനിലെ ആ സാറുമാരും പറയണത് വെച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾ കൺസ്യൂമർ കോർട്ടിൽ പോയി പരാതി കൊടുക്കാനാണ് പറഞ്ഞത്. കൺസ്യൂമർ കോർട്ടിൽ പോയി വെറുതെ പോയി പരാതി കൊടുക്കാൻ നടന്നിട്ട് കാര്യമില്ല. വ്യക്തമായ ഇവരുടേതായ ഇവരുടേതായ ഇവർ ബുദ്ധിമുട്ടിച്ചതിൻ്റെ തെളിവുകൾ വേണം. ഇപ്പോൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ സാധാരണക്കാർ കൺസ്യൂമർ കോർട്ടിൽ പോയി കഴിഞ്ഞാൽ എന്താ ഇത്ര നാളുണ്ടായി നടന്നിരിക്കണേ, സാധാരണ കോടതികളിലും കൺസ്യൂമർ കോർട്ടിലും എന്തൊക്കെയാണ് നടക്കണതെന്ന് എല്ലാവർക്കും അറിയാം. കയ്യിലില്ലാത്ത കാശും ചിലവാക്കി തൃശ്ശൂർ പോയി കൺസ്യൂമർ കോർട്ടിൽ പോയി കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലതാമസം. എൻ്റെ ബൈക്ക് ഇവിടെ കൊടുത്തിട്ട് ഇപ്പോൾ തന്നെ ഒരു മാസത്തിന് മേലെയായി. ഒരു വാറണ്ടിയിൽ എൻ്റെ വാഹനം ഇതുവരെ ഒരു ഫിനാൻസ് ബാധ്യതകളും നിലവിലില്ലാത്ത വാഹനമാണ്. എൻ്റെ വാഹനത്തിൻ്റെ ഇതുവരെയുള്ള എല്ലാ സർവീസുകളും ഇവർ പറഞ്ഞിരുന്ന കണക്കിന് എല്ലാ സർവീസ് ചെയ്ത് തീർത്തതിൻ്റെ ബില്ലും NOCയും എൻ്റെ കൈവശമുണ്ട്. അപ്പോൾ അത് നിവൃത്തികേടുകൊണ്ടാണ് ഞാൻ ഈ ലൈവ് ഇടുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ മിസ്റ്റേക്കുകൾക്കെതിരെ ഇവരോട് പറയാൻ നിന്ന ഒരു പ്രൈവറ്റ് സ്ഥാപനമാണ്. ഇവർക്ക് എന്നോട് എന്ത് വ്യക്തിവൈരാഗ്യം കാണിക്കാം. ഇവരെൻ്റെ ഷോറൂമിൽ എൻ്റെ വണ്ടി പിടിച്ച് വെച്ചിട്ട് ഇവർക്ക് എന്ത് വേണമെങ്കിൽ കാണിക്കാം. എന്നെക്കാളും ഈ മേഖലയിൽ അറിവുകളുണ്ട് ഇവർക്ക്. ചാലക്കുടി പോലീസുകാർ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിൽ ഇടപെടാൻ പറ്റില്ല, താങ്കൾ കൺസ്യൂമർ കോർട്ടിൽ പൊക്കോളാൻ പറയും. നമ്മൾ ഇതല്ലാണ്ട് ഇതിനൊരു ഗവൺമെൻറ് സ്ഥാപനം നമ്മുടെ ഈ സമൂഹത്തിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ഇന്ന് നമ്മുടെ ചാലക്കുടി നഗരസഭയിലെ ഞങ്ങളുടെ അവിടെയുള്ള സഖാവും ടോമി കളമ്പാടൻ എന്ന് പറഞ്ഞ സഖാവും ഞാനും കൂടി ഇന്ന് ചാലക്കുടി നഗരസഭ കൗൺസിലർ ആയ നിതിൻ പുല്ലനെ വന്ന് കണ്ടിരുന്നു. അപ്പോൾ ആൾ ഇവരുടെ സ്റ്റാഫായിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. വിവരങ്ങൾ അവരിൽ നിന്ന് എന്താ വിവരം കിട്ടുക, അതിന് മാന്യമായ രീതിയിൽ കൗൺസിലർ സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതുവരെ ഈ തരത്തിലുള്ള ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ഇവരുടെ അടുത്ത് വാഹനം എടുത്തിട്ടും ഈ തരത്തിലുള്ള നിയമ നടപടികളും മറ്റു നടപടികളും ഞാൻ സ്വീകരിച്ചു. എനിക്ക് എൻ്റെ വാഹനത്തിൽ ഇവർ പലതരത്തിൽ എന്നെ ബുദ്ധിമുട്ടിച്ച്. ഇപ്പോൾ ഒരു കസ്റ്റമർ എന്ന നിലയിൽ എനിക്ക് പത്രവാർത്ത കൊടുക്കാനോ മറ്റു രീതിയിൽ എൻ്റേതായ രീതിയിൽ പത്രവാർത്തകൾക്കോ മറ്റു കാര്യങ്ങൾക്കോ ഇവിടെ എനിക്ക് അതിനുള്ള സാമ്പത്തിക ചുറ്റുപാടും കുറവാണ്. ഞാൻ അതിനു വേണ്ടി ഇനി മറ്റ് വ്ളോഗർമാരെയും മറ്റാൾക്കാരുകളായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നതിന് ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഇതാണ് ഗ്രാൻഡ് ബജാജിൻ്റെ ഈ ഷോറൂമിൽ എൻ്റെ വാഹനം ഞാൻ കാണിച്ചുല്ലോ. ഞാൻ അത് ഇവരുടെ സ്റ്റാഫായിട്ട് ഒന്നുകൂടി സംസാരിക്കുന്നു.